ഹരേ കൃഷ്ണ. വധൂവരന്മാരുടെ ഘോഷയാത്രാവേളയിൽ ആ മംഗള മുഹൂർത്തത്തിന്റെ സൂചനയായിട്ട് അനേക വാദ്യമേളങ്ങളും മുഴക്കിയിട്ടുണ്ടായിരുന്നു. ശംഖനാദവും കാഹളപേരി നാദവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഈ ഘോഷയാത്ര ഇങ്ങനെ ആകർഷകമായ രീതിയിൽ മുന്നോട്ട് പോവുമായിരുന്നു. കംസനാണ് രഥം തെളിക്കുന്നത്. പെട്ടെന്നാണ് അതുണ്ടായത്. ഒരു ശബ്ദം ആകാശത്ത് നിന്ന് ഒരു അശരീരി അവിടെ ഉണ്ടാകുന്നു. അത് കംസനോടായിട്ട് പറയുന്നു, കംസ, നീ ഒരു പമ്പര വിഡ്ഢിയാണ്. കാരണം നീ സ്വന്തം സഹോദരിയെയും അവരുടെ ഭർത്താവിനെയും തേരിൽ കയറ്റി തേര് തെളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നുള്ള കാര്യം നിനക്കറിയാമോ? അപ്പം ഭോജവംശത്തിലെ ഉഗ്രസേന രാജാവിൻ്റെ മകനാണ് കംസൻ. ഭോജവംശം എന്ന് പറയുന്നത് ഏറ്റവും നിഷ്ഠൂരമായ വംശമാണ്. അവിടുത്തെ രാജാവ് ഏറ്റവും നിഷ്ഠൂരനായ രാജാവാണ് കംസൻ എന്നാണ് പരക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആകാശത്തുള്ള ഈ പ്രവചനം കേട്ട് കുപിതനായ കംസൻ ചാടി എഴുന്നേറ്റിട്ട് ദേവകിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവളെ വധിക്കാൻ വേണ്ടിയിട്ട് വാളുയർത്തി. ഹരേ കൃഷ്ണ.